അവസാനമായിട്ട് പരിചയപ്പെടുത്തിയത് പവർഫുൾ ലീഡർ സ്റ്റാർ പിളച്ചിവർ സുന്ദർ സാറാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ RCMലൂടെ എല്ലാവിധ ജീവിത ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. നമുക്കറിയാം, നമുക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക് പൊൻപുലരി എന്ന് പറയുന്ന ഒരു പഠനകളരി അല്ലേ? കാരണം നമുക്ക് പഠിക്കാനും, നമുക്ക് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാനും, അറിവുകളെ കഴിവുകളാക്കി മാറ്റാനും പ്രാപ്തമാക്കുന്ന ഒരു വേദി തന്നെയാണ് പൊൻപുലരി. ഇതിലൂടെ അനവധി ആളുകൾക്ക് അറിവുകൾ നേടാനും ആ അറിവുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഓരോ വിഷയങ്ങളായിട്ടാണ് അല്ലെ, ഓരോ വിഷയങ്ങളായിട്ടാണ് ലീഡേഴ്സ് എത്തുന്നത്. ഇന്നും അതുപോലെ തന്നെ ഒരു വിഷയവുമായിട്ടാണ് ഷൈൻ ബാബു സാറ് എത്തുന്നത്. എന്തായാലും അതിനു മുന്നേ നമുക്ക് ഈ ഇത്രയും നല്ല ഒരു വേദി പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാനും പഠിപ്പിക്കാനും സാധ്യമാകുന്ന ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പിടി ഞാമക്കലിന്റെ ഏറ്റവും പ്രഗത്ഭനായ ലീഡറാണ് അല്ലെ, നമ്മുടെ സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറിനെയും അതുപോലെ തന്നെ ജിഷ മേഡത്തിനെയും ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. അതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വേദിയിൽ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് അറിവുകൾ നേടാനും നമ്മളെ പ്രാപ്തമാക്കിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ എമറാൾഡ് ബിജു സാറിനെയും കലാമേളത്തിനെയും എല്ലാവരുടെയും നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് അനവധി ടെക്നിക്കൽ ലീഡേഴ്സ് ഉണ്ട്. അതില് സ്റ്റാർ പിളച്ചേഴ്സ് അല്ലെ, നമുക്ക് ഇന്ന് നമ്മുടെ പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാർ പിളച്ചേഴ്സ് ഷൈൻ ബാബു സാറ്, അതുപോലെ തന്നെ വിജയൻ സാറ്, സുന്ദരൻ സാറ്, അതുപോലെ പുതിയ സെൽസൺ സാറ്, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ ടെക്നിക്കൽ ലീഡേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ റോയൽറ്റി ലീഡേഴ്സ്, ഗോൾഡ്, സ്റ്റാർ ഗോൾഡ്, പ്ലാറ്റിനം, സ്റ്റാർ പ്ലാറ്റിനം, എല്ലാ ലീഡേഴ്സിനെയും നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ എല്ലാ സ്റ്റാർ ആൻഡ് അബോ ലീഡേഴ്സ്, എല്ലാ വൈറ്റ് ലെവൽ ലീഡേഴ്സ്. അതുപോലെ തന്നെ അറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം RCMല് പ്രൊഡക്റ്റുകൾക്കുള്ള പ്രാധാന്യം എന്താണെന്നാണ്. അപ്പോൾ ഇത് കേൾക്കാനായിട്ട് ഇന്ന് പുതിയ വ്യക്തികളും ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ പുതിയ വ്യക്തികളെയും എല്ലാവരുടെയും നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നമുക്കറിയാം, RCM എന്നതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് അല്ലെ, പ്രൊഡക്റ്റാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് നമുക്ക് മനസ്സിലാക്കണം. പ്രൊഡക്റ്റ് എത്രമാത്രം RCMല് അതിൻ്റെ പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പവർഫുൾ ലീഡർ തുപ്രയാറിന്റെ അതിജീവനത്തിന്റെ നായകൻ അല്ലെ. നമുക്ക് അറിയാം അതിജീവനത്തിന്റെ, കാരണം പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഇന്ന് അദ്ദേഹം വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അതിജീവനത്തിന്റെ നായകൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കിന്ന് പവർഫുൾ ആയിട്ട് നമുക്ക് RCMല് പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരാനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം അല്ലെ. എല്ലാവരുടെയും നിറഞ്ഞ കരഘോഷത്തോടുകൂടി, നിറഞ്ഞ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഷൈൻ ബാബു സാറിനെ, സ്റ്റാർ പിളച്ചിവർ ഷൈൻ ബാബു സാറിനെ
ഈ വേദിയിലേക്ക് നിറഞ്ഞ കൈയോട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ ദ സ്റ്റേജ് സാർ. താങ്ക് യു സാർ, താങ്ക് യു. JRCM എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദിവാരൻ സാർ, നല്ല ദിവസങ്ങളിലൂടെയാണ് നമ്മള് യാത്ര. ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് പ്രത്യേകിച്ച് പ്രൊഡക്റ്റുകളുടെ പ്രാധാന്യത്തെ കുറിച്ചല്ല, പ്രോഗ്രാമുകളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ദാസ്നാറിനോട് എഴുതാൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ പ്രോഗ്രാമുകളാണ് നമുക്ക് അടുത്ത് വളരെയധികം വ്യക്തമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമുക്ക് വരുന്നത്. പ്രൊഡക്റ്റുകൾ നമുക്കറിയാം, എന്തായാലും ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഏകദേശം 9,000-ലധികം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ആ പ്രൊഡക്റ്റുകൾ ഓരോന്നും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ് അല്ലെ. ഓരോരുത്തരും പ്രൊഡക്റ്റുകളെ പറ്റി പറയാനോ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങളെ പറ്റി പറയാനോ ഒരു ഒട്ടനവധി ആളുകളുണ്ട് പ്രൊഡക്റ്റുകളെ പറ്റി പറയാനൊക്കെ ആയിട്ട്. അത്രയും ഗുണമേന്മയുള്ള, എവിടെ ചെന്നാലും ഇപ്പൊ അടുത്ത് കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ ആളുകൾ പറഞ്ഞത് പ്രൊഡക്റ്റുമായിട്ട് മുട്ടണ്ടെന്ന് പറഞ്ഞത്. അത്രയധികം ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മളത്. എന്റെ പേര് ഷൈൻ ബാബു, തൃപ്രയാറിലാണ്. ടെക്നിക്കൽ സ്റ്റാർ പേൾ അച്ചീവർ ആണ്. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് വരുന്നുണ്ട്. പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13-14 തീയതിയിലത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം, അതേപോലെ തന്നെ 17 തീയതിയിൽ നമ്മുടെ സുരേന്ദ്രഭട്ട് സാർ എത്തുന്ന പ്രോഗ്രാം. എത്ര പേര് തീരുമാനമെടുത്തു എന്നറിയില്ല, എങ്കിലും ആ പ്രോഗ്രാമുകൾക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തുള്ള ആളുകൾ വെറുതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്ന് ചെയ്തോളൂ. എത്ര പേര് ആ പ്രോഗ്രാമിന് പോകാൻ തയ്യാറായിട്ടുണ്ട്? 13-14 17 തീയതിയിലത്തെ പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾ കിട്ടി. ഓരോ ടെക്നിക്കൽ അച്ചീവർമാരുടെ കയ്യിലും കിട്ടി. അവർ നടത്തുന്ന പ്രോഗ്രാമുകളിൽ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ടിക്കറ്റുകൾ ഇത്ര 150 ടിക്കറ്റ് ഞങ്ങളിവിടെ തൃപ്രയാറിലേക്കും കൊമ്പിടി ടീമിലേക്കും ഒക്കെ കൂടിയിട്ട് ഒരുപാട് ടിക്കറ്റുകൾ ബിജു സാർ അടക്കം എടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ ടിക്കറ്റുകൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്? എന്തിനാണ് നമ്മൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം നമ്മൾ പങ്കെടുക്കുന്നത് അല്ലെ? നമുക്കറിയാം, ഞാൻ പറഞ്ഞു, എന്റെ പേര് ഷൈൻ ബാബു, തൃപ്രയാറിലാണ്. ടെക്നിക്കൽ സ്റ്റാർ പേൾ അച്ചീവർ ആണ്. നമ്മുടെ ദാസ് സാർ പറഞ്ഞു അതിജീവനത്തിന്റെ നായകൻ എന്നൊക്കെ വിളിക്കുന്നു അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു പേര് വരാനും, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോ 84 92 പേര് ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഫ്രാഞ്ചൈസി ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. അതിൽ ഓരോരുത്തരും ഏറ്റെടുത്തു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ ഒരു 6 മണി സമയത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ആ പ്രോഗ്രാമുകൾ, ഇപ്പൊ എന്നെ പ്രോഗ്രാമിന് കൊണ്ടുപോയത് ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാമിനാണ്. 2 ദിവസത്തെ പ്രോഗ്രാമിനാണ് എന്നെ എവിടേക്ക് കൊണ്ടുപോയത്? കറുകുറ്റിയിലേക്ക് എന്റെ ഗ്രേറ്റ് ലീഡർ സജീവ് കുമാർ സാറ് കൊണ്ടുപോയത്. പക്ഷെ അതിനു മുൻപ് തന്നെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വിളിച്ചിരുന്നു. ആ പ്രോഗ്രാം ചാലക്കുടിയിൽ നടക്കുന്ന അദ്ദേഹത്തിന്റെ റെക്കഗ്നേഷൻ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഞാൻ അന്ന് നുണ പറഞ്ഞിട്ട് ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവായി. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ പ്രൊഡക്റ്റിൽ കുറച്ച് വിശ്വാസം വന്നു എന്നല്ലാതെ അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലോ കമ്പനിയിലോ ലീഡേഴ്സിലോ അവനവന് തന്നെ ഒരു വിശ്വാസം എനിക്ക് വന്നിരുന്നില്ല. അങ്ങനെ പതുക്കെ അദ്ദേഹം പിന്നെ അടുത്തൊരു പ്രോഗ്രാം വന്നപ്പോ എന്നെ വിളിച്ചു. 2 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുണ്ടായി. പക്ഷെ എനിക്കൊരിക്കലും അത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. പക്ഷെ നിർബന്ധത്തിന് വഴങ്ങിയപ്പോ ഞാൻ പതുക്കെ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തു. അന്ന് ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് കുറെ കാര്യങ്ങള് മനസ്സിലായി. ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നിൽക്കാം. ഇന്നലെ ഇവിടെ പെരിഞ്ഞനത്ത് ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അപ്പൊ അവര് ആർക്കും അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ക്ലാസ് എടുത്ത് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങള് റെസിഡൻഷ്യൽ പ്രോഗ്രാമിനെയും ഞങ്ങൾ 2 പേര് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ്, അതായത് എന്ത് ഉപയോഗിക്കുമ്പോഴാണ്, പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസം വരിക. അപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ എന്തിനാണ് ഈ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണത് അല്ലെ?
ഇപ്പൊ പറയാറുണ്ട്, പ്രശ്നങ്ങൾ ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല പ്രശ്നം, എന്താണ്, സ്കില്ലാണ് പ്രശ്നം എന്നുള്ള ഒരാൾ പറഞ്ഞു. ജൂലൈയിൽ ഞാൻ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മെയ് അല്ലേ, പിന്നെ എന്തിനാ ജൂലൈയിലേക്ക് പോണത്? അല്ല, അവര് ആ സമയത്താണ് നമുക്ക് എന്ത് അവര് പറഞ്ഞത്. പക്ഷെ ആ ജൂലൈയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ആളെ നമുക്ക് ഈ മെയ്യിൽ തന്നെ, ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവ് ആവശ്യമുണ്ട്, അല്ലെ? അത് പ്രോഗ്രാമുകളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളെ കുറിച്ചിട്ടും കുറെ കാര്യങ്ങൾ പ്രോഗ്രാമുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് മനസ്സിലാവും, സിസ്റ്റത്തെ കുറിച്ചിട്ട് മനസ്സിലാവും, ആരോട് എങ്ങനെ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഒരു ആളെ പ്രോഗ്രാമിനെ എങ്ങനെ വിളിക്കണം, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് എങ്ങനെ എടുക്കണം, അല്ലെ? നമുക്ക് പല സമയത്ത് നമ്മൾ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. ആ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തപ്പോഴല്ലേ നമുക്ക് ഒരു 10 ആളുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ചങ്കൂറ്റം കിട്ടിയത്. അതുവരെ ഒരു 10 ആളുടെ മുന്നിൽ പോകുമ്പോൾ ഒരു നാണക്കേട് ഉണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും. എനിക്കടക്കമുള്ള ലീഡേഴ്സിന് എല്ലാവർക്കും നാണക്കേടാണ്. സജു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു പ്രോഗ്രാം വെച്ചപ്പോ സൈഡിൽ കൂടെ ഒരു സ്വാഗതം പറയാൻ പറഞ്ഞപ്പോ പിൻവാതിലൂടെ പോകാൻ പോയതാണ്. കാരണം എന്താണ്, ഇതൊന്നും നമുക്ക് അറിയുമായിരുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്ക് എന്തായി, ഈ പ്രോഗ്രാമുകൾ നമ്മൾ വിചാരിച്ചു എന്താണ്, എനിക്കൊരിക്കലും ആളുകളുടെ മുന്നിൽ നിന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിധി എഴുതി, അല്ലെ? ആദ്യം എനിക്ക് ഒരിക്കലും ഒരാളുടെ അടുത്ത് നിന്നിട്ട് ഹോം മീറ്റിംഗ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പറ്റില്ല എന്ന് വിധി എഴുതിയിരിക്കുകയായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഇതിൽ കുറെ ആൾക്കാർ, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താണ് ചിന്തിക്കുക, എനിക്കത് കഴിയില്ല, എനിക്കത് പറ്റില്ല. എന്താണ് പറയുന്നത്, ആളുകൾ പറയുന്നത്, ലൈഫില് ഹാപ്പിനെസ് എത്ര ശതമാനം ഉണ്ട് ദിവാന സാറേ? ഹാപ്പിനെസ് 10% ഉള്ളൂ. സ്നേഹമാണെങ്കിലോ 0% മാറിയ ആളുകളുടെ. ലതാ സാറേ, ഹാപ്പിനെസ് 10% ഉള്ളൂ. 100%-ൽ 10% ഉള്ളൂ ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഒന്നുമില്ല. ഞാൻ പല സ്ഥലത്തേക്കും ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാം, എല്ലാവരും എന്താണ് ഓട്ടത്തിലാണ്. ഹാപ്പിനെസ് ഒന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഹാപ്പിനെസ് വരാനുള്ള ഒരു പ്രധാന കാരണം ഉണ്ടായി ഈ മാസത്തിൽ, അല്ലെ? 7-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയിട്ട് എത്ര ലക്ഷം രൂപ ഞാനിവിടെ നമ്മുടെ തൃപ്രയാറിൽ തന്നെ 11,51,554 രൂപ നമ്മുടെ ഇവിടുത്തെ ടീമിന് കിട്ടി. അപ്പൊ നമ്മുടെ കൊമ്പിടി ടീമിൽ മൊത്തം എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും? 11,51,554 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്ര ആളുകൾക്ക് അത് സന്തോഷമായിട്ടുണ്ടായിരിക്കും? എത്ര ആളുകൾ അത് മാറ്റിവെച്ച് ഒരു സ്വസ്ഥമായിട്ടുണ്ടായിരിക്കും? അപ്പോ നമ്മൾ അതിനു മുൻപ് നമ്മുടെ മാനസിക സ്ഥിതി എന്തായിരുന്നു? പല ആളുകളുടെയും മാനസിക സ്ഥിതി ഹാപ്പിനെസ് 10%, സ്നേഹമാണെങ്കിൽ 0 ആയിട്ട് മാറി. പിന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് എന്ത്? ടെൻഷൻ. 90% ടെൻഷനാ. 90% ടെൻഷൻ. സാഡ്, ദുഃഖം. 99% ദുഃഖം. പിന്നെന്താണ്? ഫേക്ക് സ്മൈൽ. ഫേക്ക് സ്മൈൽ എന്ന് വെച്ചാൽ എന്താണ്? അത് 100% ഉണ്ടായിരുന്നു. ആളുകളെ കാണുമ്പോ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ സുഖമായി പോകുന്നു. എവിടെ? ഒന്നും സുഖമായിട്ടല്ല പോകുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം കഴിഞ്ഞ മെയ്യില്, ഈ മെയ്യല്ല, കഴിഞ്ഞ മെയ്യില് ഞാൻ ഒരു പവന്റെ സ്വർണം എടുക്കാൻ വേണ്ടി പോയപ്പോ അതിന് 45,000 രൂപയായിരുന്നു വില. ഈ പ്രാവശ്യം ഞാനൊരു പവന്റെ സ്വർണം ഈ ഏപ്രിൽ എടുക്കാൻ പോയപ്പോ ഒരു പവന്റെ വില 75,000. ഇപ്പോ നിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് 75 കടന്നുപോയി. ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ ആ കടക്കാരൻ തന്നെയാണ് എന്നോട് പറയണത്, അടുത്ത മെയ് ആവണ്ട, അതിനു മുൻപേ 1 ലക്ഷം പിന്നിടും. അടുത്ത മെയ് ആവണ്ട, അതിനു മുൻപേ 1 ലക്ഷം രൂപ കടന്നു പോവും സ്വർണത്തിന് എന്നാണ് ആ കടക്കാരൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വർണത്തിന്റെ വില മാറ്റി വെക്കൂ, മറ്റുള്ള സാധനങ്ങളുടെ ഒക്കെ വില വെച്ച് നോക്കുകയാണെങ്കിലോ എല്ലാത്തിനും വില കൂടും. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകളിൽ നിന്നും കിട്ടുന്ന അറിവുകള് നമ്മുടെ ഈ RCMൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം, അല്ലെ, നമുക്ക് ജീവിക്കുന്നതിൽ വളരെയധികം മാറ്റങ്ങള് നമുക്ക് ഉണ്ടാക്കി തരികയാണ്. ഓരോ പ്രോഗ്രാമുകളും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഓരോ പ്രോഗ്രാമുകളിലും വളരെയധികം അർത്ഥവത്തായിട്ടുള്ള കുറെ മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ്സിന് വളരാൻ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയുണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് മനസ്സിലാക്കിയത്? എത്ര മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു,
വളരാൻ വേണ്ടി എത്ര മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അതാണ് എന്താണ് ബിസിനസ് വളരാൻ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളത്. അത് മീറ്റിങ്ങുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. എന്താണ് എത്ര മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, എത്ര മീറ്റിങ്ങുകൾ നമ്മുടെ ടീം മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്യുന്നു, അതുകൂടാതെ എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ ടീമുകൾ വളരുന്നു, എത്ര പേര് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നു, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ടീം ബിസിനസ് വളരാൻ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലേ. എത്ര ഘടകങ്ങളുണ്ട്? 4 കാര്യങ്ങളാ. എന്താണ്? എത്ര മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അല്ലെ. നമ്മൾ പറയും, ചില ആളുകൾ പറയും മീറ്റിംഗ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, ആരാ പോവുക? പല ആളുകളും മീറ്റിംഗിൽ നിന്നും ട്രെയിനിങ്ങിൽ നിന്നും പതുക്കെ മാറി നിൽക്കുകയാണ്. ട്രെയിനിങ് എടുക്കാത്ത, മീറ്റിങ്ങിന് പോവാത്ത ആളുകൾക്ക് എന്താണ്? വളരാൻ പറ്റില്ല. അത് ഇതിന്റെ ഒരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മീറ്റിങ്ങുകളും ടാർജറ്റുകളുമാണ് സിസ്റ്റം. യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ്: മീറ്റിങ്ങുകൾ, ടാർജറ്റുകൾ. മീറ്റിംഗ് ടാർജറ്റ് ഇത് രണ്ടും കറക്റ്റ് ലെവലിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അത് പേഴ്സണൽ ടാർജറ്റും ഉണ്ടായിരിക്കും, കമ്പനി ടാർജറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് കമ്പനി ടാർജറ്റ് തന്നിട്ടുണ്ട്. ന്യൂട്രിചാർജിന്റെ ഒക്കെ അടിപൊളി ടാർജറ്റുകൾ നമുക്ക് കിട്ടി. അത് കൂടാതെ നമുക്ക് രായൻ സാറിന്റെ ടാർജറ്റ് കിട്ടി. ഈ നമ്മുടെ 22-ാം തീയതി നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് ടൂറ് പോകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. രസകരമായിട്ട് ആ ഒരു ഹാപ്പിനെസ് 100% കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പ്രോഗ്രാമുകൾ, എവിടെയൊക്കെ പ്രോഗ്രാം, 1-to-1 പ്രോഗ്രാം ഉണ്ടായിരിക്കും, ഹോം മീറ്റിങ്ങുകൾ, ഹോം വിസിറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതുകൂടാതെ നമുക്കിപ്പോ വരാൻ പോകുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം, ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിലൂടെയാണ് ആ റെസിഡൻഷ്യൽ പ്രോഗ്രാം റെഡിയാക്കിയിട്ടുള്ളത്. ആദ്യം എന്നെ ആദ്യത്തെ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ ആകെ 50 പേര്, 35 പേരൊക്കെയാണ് ആ ഒരു ഹാളിൽ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ 35 പേര്, 40 പേര് ആ ഹാളിൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പകുതി വരെ ആൾക്കാരുണ്ട്. ചെറിയ ഹാളിൽ പകുതി വരെ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ പ്രോഗ്രാം അങ്ങനെ സ്ഥിരമായി ചെയ്തു. ആര്? ഡോക്ടർ രാജൻ സാറും ഗിരീഷ് സാറും ഒക്കെ സ്ഥിരമായി ചെയ്തു, മൂർത്തി സാറടക്കം. അത് നിർത്തിയില്ല. കൊറോണ സമയത്ത് പോലും നമ്മൾ അവിടെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും മുഖത്തൊക്കെ കെട്ടിയിട്ടാണ് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ആ ചെറിയ പ്രോഗ്രാമിൽ നിന്ന് അത് പതുക്കെ വളർന്നു. ആ ഹാള് ഫുള്ളായി. ആ ഹാളിൽ ഇരിക്കാൻ സ്ഥലമില്ലാണ്ടായിട്ട് മാറി. ഇന്ന് തൊട്ടപ്പുറത്തെ വലിയ ഹാളിലേക്ക് ഏത് പ്രോഗ്രാം മാറി? ഈ 2 ദിവസത്തെ പ്രോഗ്രാം മാറി. ഇപ്പൊ നമ്മളോട് പറയുന്ന അവിടെ കെടുക്കാനൊന്നും സ്ഥലമില്ല. പല ആൾക്കാരും തിരിച്ചു പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന്. അന്ന് പറയും രാജൻ സാറ്, ആരും വീട്ടിൽ പോകരുത്, അന്ന് എല്ലാവരും തങ്ങണം എന്ന് പറയുന്ന സമയത്ത് ഇന്ന് പല ആൾക്കാരോടും പറഞ്ഞു, വീട്ടിലേക്ക് വൈകിട്ട് രാത്രിയാകുമ്പോൾ നിങ്ങൾ പോകാൻ പറ്റിയ ആളുകൾ പോയിക്കോളൂ. കാരണം അത്രയും ആളുകള് എന്തായിട്ട് മാറി? ഇതിനെ വിശ്വാസമായിട്ട് മാറി. ആളുകൾക്ക് എല്ലാവർക്കും അതിനോടൊരു അറ്റാച്ച് ആയിട്ട് മാറി. നമ്മൾ ചെന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ആ RCM ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് ഇവിടെ വളർന്നു. അതെന്തുകൊണ്ടാണ്? അവര് മുഴുവൻ, നിങ്ങൾ നോക്കിക്കോളൂ, ആ ഗ്രേറ്റ് ലീഡേഴ്സ് മുഴുവനും ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്, ടാർജറ്റുകൾ എടുക്കുന്ന ആളുകളാണ്. ഇത് രണ്ടും ചെയ്യാത്ത ഒരാൾ പോലും എവിടെ വിജയിച്ചിട്ടില്ല? RCMൽ വിജയിച്ചിട്ടില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും, ഞാൻ എവിടെ പ്രോഗ്രാം ഉണ്ടോ അവിടേക്കൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സെൽഫായിട്ടുള്ള ചില പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് പോവാതിരിക്കുക. പിന്നെ ഇതിപ്പോ ഇന്നലെ ഞാൻ ഒരു ലീഡറോട് വിളിച്ചു പറഞ്ഞപ്പോ അവര് സിനിമയ്ക്ക് പോവാണ്. വേണം, നമ്മുടെ ജീവിതത്തിൽ അതും വേണം, സന്തോഷങ്ങളും വേണം, വീട്ടുകാരുമായിട്ട് ഇടയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോണം. ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എപ്പോഴും RCM ആയിട്ട് നടക്കുകയല്ല. പക്ഷെ RCMൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ശരിക്കും നമ്മളൊരു RCM കാരനായിട്ട് മാറും അല്ലെ. എന്റെ അനിയന്റെ ഒരു വിവാഹം കഴിഞ്ഞപ്പോ തലേ ദിവസം ഞാനൊരു നമ്മുടെ ന്യൂട്രിചാർജിന്റെ ഒരു ബനിയൻ ഇട്ടു. അതിന്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ നമ്മുടെ എനർജി ഡ്രിങ്ക് ആണ്. അപ്പൊ ദിവാരൻ സാർ എന്നോട്, എന്റെ ചേട്ടന്റെ മോള് വന്നിട്ട് എന്നോട് ചോദിക്കണേ, RCM വിട്ടിട്ടുള്ള കളിയില്ല അല്ലേ? എന്താണ്? RCM വിട്ടുള്ള ഒരു കളിയും നമ്മളില്ല. അതിനനുസരിച്ചുള്ള ഒരു യാത്ര തന്നെയാണ്. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത്, ഓരോ പ്രോഗ്രാമുകളിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എന്താണ്? നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് എന്താണ്, നമ്മള് ത്യാഗം വേണമെന്ന് നമ്മൾ പഠിച്ചു.
പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? RCM ചെയ്യാൻ തുടങ്ങി, അല്ലെ? ഒരുപാട് ആളുകൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഗുണമേന്മ കിട്ടിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ആള്. പുതിയ ആളുകൾ അടക്കം എത്ര പേർക്ക് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്? ഒരു നൈസ് ഒരു തമ്പടിച്ചു നോക്കിയേ, എത്ര പേരുണ്ട് അങ്ങനെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് സാറേ എന്ന് പറയുന്ന ആളുകൾ കണ്ടില്ലേ? ഒരുപാട് ആളുകൾക്ക്, ഇനിയും ഒരുപാട് ആളുകൾ നമ്മൾ ചെന്ന് പറയുന്ന വീടുകളിൽ പോലും നമുക്കറിയാം എന്ത്, ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ. തവിടെണ്ണല്ല, അത് എനിക്ക് വേറെ ആൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പേസ്റ്റ് അല്ലേ, പേസ്റ്റ് ഒക്കെ ഞങ്ങൾ ഒരുപാട് നാളായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിലൂടെ എങ്ങനെ വരുമാനം കിട്ടണം, എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് അത് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും ആളുകൾക്ക് അറിയില്ല. ആ രീതിയിലൂടെ ഇന്നലെ ഞാൻ പല ടീച്ചർമാർക്കൊക്കെ ക്ലാസ് കൊടുത്തു. ടീച്ചർമാര് ഒക്കെ ക്ലാസ്സിന് വന്നിരുന്നു. അവരൊക്കെ ക്ലാസ് കേട്ടപ്പോഴാണ് പറഞ്ഞത്, ശരി ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ ശരിക്ക്. പക്ഷെ RCMന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമുകളിലേക്ക് ഇപ്പോ എന്നെ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് കൊണ്ടുപോയി, കറൂറ്റി പ്രോഗ്രാമിന്. ആ പ്രോഗ്രാമിന് കൊണ്ടുപോയപ്പോ ഞാൻ എന്താ വിചാരിച്ചിരുന്നത്, ഞാൻ ചെയ്യുന്ന ഒരു ജോലി, ആ ജോലി ഉണ്ടായിരുന്നു എനിക്ക്. അതാണ് എന്റെ പ്രൊഫഷണൽ ടച്ച് അതുമല്ലാണ്. പക്ഷെ ഞാൻ എന്നെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയപ്പോ പതുക്കെ ഞാൻ RCM അതിന്റെ കൂടെ ചെയ്യാൻ തുടങ്ങി. പതുക്കെ അതിന്റെ കൂടെ RCM ചെയ്യാൻ തുടങ്ങി. വണ്ടിയുടെ പിന്നിൽ വെച്ചിട്ട് ഞാൻ RCMന്റെ ഉൽപ്പന്നങ്ങൾ പതുക്കെ എത്തിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ എന്ത് ചെയ്തില്ല, ആ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്റെ ജോലി അതിൽ നിന്ന് ഞാൻ വിട്ടില്ല. അതിനെയാണ് ഞാനൊരു പ്രൊഫഷണലിസം കൊടുത്തിരുന്നത്. പതുക്കെ ആളുകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങിയപ്പോ, ഈ പ്രൊഡക്റ്റുകൾ വീണ്ടും ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ എന്റെ മൈൻഡ് ഈ RCMലേക്ക് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പോഴും നമുക്കറിയാം പല ലീഡേഴ്സും RCMൽ അച്ചീവർ ആണെങ്കിൽ കൂടി മറ്റുള്ള ജോലികൾ ചെയ്തുകൊണ്ട് തന്നെയാണ് RCM ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ആ ജോലിക്കുള്ള ഒരു പ്രൊഫഷണലിന്റെ ടച്ച് അവിടേക്ക് കൂടുതൽ ഒഴുകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമയം കൊടുക്കാനും ഇവിടെ കറക്റ്റ് ചെയ്യാനും പറ്റാത്തത്. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജോലി, നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും സൈഡായിട്ട് ചെയ്യുന്ന ജോലി, നിങ്ങൾ അത് പ്രൊഫഷണൽ ടച്ചിങ് അതിന് കൊടുക്കല്ലേ, അത് കൊടുക്കല്ലേ. ഇന്ന് ഞാൻ എന്റെ ആ വരുമാനത്തെ കുറിച്ചിട്ട് ഞാൻ പല ആളുകൾക്കും മൊബൈല് ചില ആളുകൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നി, ഇത്രയും പൈസ ഒക്കെ RCMലൂടെ കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. കിട്ടും, പൈസ കിട്ടും. അതുകൊണ്ടാണ് ആ പ്രൊഫഷണൽ ടച്ച് നമ്മുടെ മറ്റു ചിന്താഗതികളിലേക്ക് വഴുതി വീഴാതെ നോക്കണം. മറ്റു ചിന്താഗതികളിലേക്ക് വഴുതി വീഴുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കളെ നമുക്കിവിടെ എന്താവാത്തത്, അതിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റാത്തത്. അവിടെ ഉയർത്തി കൊണ്ടുവരേണ്ട പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സക്സസുകളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് RCM എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി ചെയ്തു പോകുകയാണെങ്കിൽ, ഞാൻ പറയുന്നു, ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ടുള്ള സജീവ് കുമാർ സാറ്, നമ്മുടെ ഗ്രേറ്റ് ലീഡർ, അദ്ദേഹം പറയാണ് നമ്മളോട്, എനിക്കൊരിക്കലും റൂബി ആവണ്ട എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായിട്ട് മാറും, റൂബിയായിട്ട് മാറും, അല്ലെ? അദ്ദേഹത്തിന്റെ ഓരോ സൈഡുകളിലുള്ള ഒരു സൈഡിലുള്ള ഒരാളാണ് ഷൈൻ ബാബു എന്ന് പറഞ്ഞിട്ടൊരാള്. അതൊരാള് മാത്രമേ ഉള്ളൂ. പിന്നെ ആരാണ്? നമ്മുടെ സുന്ദരൻ സാറുണ്ട്, ദാസൻ സാറുണ്ട്. അങ്ങനെ തൃപ്രയാറിൽ ഒട്ടനധികം ലീഡേഴ്സ് ഉണ്ട്, അല്ലെ? ഒട്ടനധികം ലീഡേഴ്സ് ഇവിടെ ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയാണെങ്കിലോ അവിടെ ബിജു സാറും അതേപോലെ തന്നെ സെൽസൺ സാറും വിജയൻ സാറും ഒക്കെ അടങ്ങുന്ന പവർഫുൾ ലീഡേഴ്സ് അവിടെ ഒരു പടി ലീഡേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെ? ഒരു സുപ്രഭാതത്തില് സജീവ് സാറ് പറയാണ്, ഇനി ഞാൻ റൂബി ആവുന്നില്ല, ഞാൻ സ്റ്റാർ റൂബി ആവുന്നില്ല, ഞാൻ സഫയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ ആ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സിസ്റ്റത്തിലേക്ക് അദ്ദേഹത്തെ റൂബി ആവാനും സ്റ്റാർ റൂബി ആവാനും ആയി പോവും. ഇനി അതാണ് ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കല് മോഡിലിടുക, ആ രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ ചെയ്തു വെക്കാൻ. നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും അത് ചെയ്യുന്ന ഗ്രേറ്റ് ലീഡേഴ്സിനെ, പവർഫുൾ ലീഡേഴ്സിനെ ക്രിയേഷൻ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പിന്നെ വേണ്ടാന്നല്ല പറഞ്ഞ, പിന്നെ മോട്ടിവേഷനാണ്.
അപ്പൊ അതുവരെയെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ തലമുറ അത് കറക്റ്റായിട്ട് നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കിട്ടാനായിട്ട് ഇടവരും. അതിന് ഒരു സ്നേഹം ആവശ്യമാണ്, അല്ലെ? എല്ലാവരോടും ഒരു സ്നേഹം നമുക്ക് ആവശ്യമാണ്. അത് ചെയ്യുന്ന സമയത്ത് എന്താണ്, പലരും അതിന്റെ ഒരു എന്താ പറയാ കറക്റ്റ് ലെവലിലൂടെ ആയിരിക്കില്ല ചിലപ്പോ കൊണ്ടുപോവാ. ചിലപ്പോ താളപ്പിഴകൾ വരും, അല്ലെ? ചിലപ്പോ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവും. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യും. ഇതൊന്നും പാടില്ല. നല്ല സത്യസന്ധമായിട്ടുള്ള രീതിയിൽ എല്ലാവരോടും സൗമ്യമായിട്ടുള്ള രീതിയിലൂടെ ബിസിനസിനെ കൊണ്ടുപോകണം. തലമുറകൾ കൈമാറാനുള്ള ബിസിനസ്സാണിത്. തലമുറകൾ കൈമാറാനുള്ള ബിസിനസ്സാണ്. ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പർദ്ധ വേണ്ട. ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പർദ്ധ വേണ്ട. ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് വിട്ടോളൂ. നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടും നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടും മാത്രം ചിന്തിക്കുക. മറ്റുള്ള വളർച്ചകളെ കുറിച്ചിട്ടോ ലീഡറിന്റെ വളർച്ചയെ കുറിച്ചിട്ടോ ലീഡറിന്റെ ബി സൈഡിനെ കുറിച്ചിട്ടോ ലീഡറിന്റെ എ സൈഡിനെ കുറിച്ചിട്ടോ ഡൗൺ ലൈൻ വളരുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയിലൂടെ നമ്മുടേതായിട്ടുള്ള ബിസിനസിനെ മാത്രം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, സുഖകരമായിട്ട് പോവുക. അത് നമ്മൾ പഠിക്കും, അല്ലെ? സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ? പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അവർ പറയും ഒരു ഐക്യം വേണം മക്കളെ. സജു സാറ് പറയും, ബിജു സാറ് പറയും, വിജയൻ സാറ് പറയും, സുന്ദരൻ സാറ് പറയും, അങ്ങനെയുള്ള ടെക്നിക്കൽ അച്ചീവേഴ്സ് ഓരോരുത്തരും നമ്മളോട് പറയും ഒരു ഐക്യം വേണം മക്കളെ, ഒരു ഐക്യത്തിലൂടെ കൊണ്ടുപോകൂ. പിന്നെയും അവര് പറയും എന്ത്? ക്ലാസ് എടുക്കുമ്പോ ആരുടെയെങ്കിലും മൈൻഡ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് തട്ടി നിർത്താനുള്ള രീതിയിൽ അവര് നമ്മളോട് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ അത് കേൾക്കണം. അത് കേട്ട് ടീമിനെ നയിക്കുമ്പോ ഒരു ഐക്യത്തോടു കൂടി നയിക്കണം. സാക്രിഫൈസ് ചെയ്യാൻ പഠിപ്പിക്കും. എന്ത് ചെയ്യാൻ പഠിപ്പിക്കും? ത്യാഗം. അവിടേക്ക് പോകുമ്പോഴും ഇവിടേക്ക് പോകുമ്പോഴും അത് കൂടുതൽ ചെയ്യാതെ നമ്മുടെ സിസ്റ്റത്തിലൂടെ യാത്ര ചെയ്യാൻ പഠിപ്പിക്കും. ശ്രദ്ധിക്കാൻ പഠിപ്പിക്കും. എന്താണ്? നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ എല്ലാ ടീമുകളെയും ഒന്ന് ശ്രദ്ധിക്കണം. അടിത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ വേണം. എല്ലാവരിലും ഒരു കണ്ണ് വേണം. പഠിപ്പിക്കും. അതുപോലത്തെ എന്താണ്? ധൈര്യത്തോടു കൂടി നിൽക്കാൻ പഠിപ്പിക്കും. പണ്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇന്ന് ചങ്കൂറ്റമാണ് കൊമ്പിടി ടീമിന്. എന്താണ്? ചങ്കൂറ്റമാണ് കൊമ്പിടി ടീമിന്. എന്തുകൊണ്ടാ? അത്തരത്തിലുള്ള പവർഫുൾ ലീഡേഴ്സ് ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്നു? പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള പവർ തന്നെയാണ് നമുക്ക് കിട്ടണത്, അല്ലെ? അത്രയും പവറുകളാണ് നമുക്ക് കിട്ടണത് ട്രെയിനിങ്ങുകളിൽ നിന്ന്. ഒരാളുടെ മുന്നിൽ മുട്ടുമടക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് പറഞ്ഞു തരും? ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, അല്ലെ? ഇന്നാള് ഞാനൊരു ക്ലാസ് കൊടുത്തു. 10ഓളം അവര് പറഞ്ഞു ആ കമ്പനി ഉണ്ട്, ഈ കമ്പനി ഉണ്ട്, ഇന്ന പേരുണ്ട്, ആ പേരുണ്ട്, അങ്ങനെ കുറെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു 10ഓളം കാര്യങ്ങൾ അനുസരിക്കുന്ന കമ്പനിക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റുകളായിരിക്കണം, അഫോർഡബിൾ പ്രൈസ് ആയിരിക്കണം, കൺസ്യൂമബിൾ പ്രൊഡക്റ്റുകളായിരിക്കണം, ഡെയിലി യൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം, ഇന്ത്യൻ പ്രൊഡക്റ്റുകളായിരിക്കണം. ഇൻകം ജനറേഷൻ ചെയ്യേണ്ടത് നമ്മുടെ സെയിൽസിലൂടെ ആയിരിക്കണം, പ്രൊഡക്റ്റ് സെയിൽസിലൂടെ ആയിരിക്കണം. സ്ട്രോങ് വിഷൻ ഉണ്ടായിരിക്കണം, സ്ട്രോങ് കമ്പനി ആയിരിക്കണം, അല്ലെ? എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. US എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള കമ്പനിയാണ് നമ്മുടേത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവര് പറയണോ, അയ്യോ ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ അല്ല, ഇന്ത്യൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം, ഇന്ത്യൻ പ്രൊഡക്റ്റുകളായിരിക്കണം. ഇതൊക്കെയാണ് MLM തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഇതൊക്കെ പ്രോഗ്രാമുകളിൽ നിന്നും കിട്ടിയതാണ്. ഒരാളുടെ മുന്നിൽ മുട്ടുമടക്കാത്ത രീതിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാൻ പഠിച്ചു, ഇല്ലേ? അതെങ്ങനെയാണ് പഠിച്ചത്? അതൊക്കെ നമുക്ക് മീറ്റിങ്ങുകളിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ന് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിലുള്ള ആളുകൾക്ക് ആര് നമ്മളോട് എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? നമുക്ക് RCMലൂടെ കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കഴിവുകൾ കിട്ടാൻ ഇനിയും പോരാ, പഠിച്ചത് പോരാ. ഇന്ന് വരെ സജീവ് സാറ് ഞാനൊരു പ്രോഗ്രാം എടുത്തിട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ദിവാരൻ സാർ, ദാസൻ സാർ രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്ത കാരനാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ന് വരെ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ നല്ലതിനെ അവിടെ നിർത്തും. അതുകൊണ്ട് ഇനിയും ചെയ്യാനുണ്ട്. ബെസ്റ്റിൽ നിന്ന് ബെറ്ററിലേക്ക്, ഇനിയും ബെറ്ററിലേക്ക് ഇനിയും പോവാൻ എത്രയോ ഉണ്ടോ അത്രയോ പോവുക, അല്ലേ?
ഒരിക്കലും ഒരു പ്രോഗ്രാം നടത്തിയപ്പോ ഞാൻ മാർക്കറ്റിംഗ് പ്ലാനും കമ്പനി പ്രൊഫൈലൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു. ആളുകളൊക്കെ കൈയടിച്ചു. അപ്പൊ സജീവ് സാർ പറഞ്ഞു, ഇല്ല അത് ആ പാന്റിന്റെ ഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിടേണ്ടതുണ്ടായിരുന്നു. മനസ്സിലായ? അത്രയും നന്നായിട്ട് പോലും എന്നെ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. അതെനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താണ്, നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിർത്തും. എന്റെ നല്ലതിന് ഞാൻ അവിടെ നിർത്തും. അതുകൊണ്ട് നമ്മൾ ഇനിയും പഠിച്ചത് പോരാ, ഇനിയും ആളുകളോട് സംസാരിക്കുന്ന രീതികൾ പോരാ. ഇപ്പോഴും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ നീളുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമുകളെ അരമണിക്കൂർ കൊണ്ട് പറയുന്ന രീതിയിലേക്ക്, ഹ്രസ്വമായി പറയുന്ന രീതിയിലേക്ക്, അക്യുറസി, ബ്രെവിറ്റി, ക്ലാരിറ്റി, ഈ രീതിയിലേക്ക് നമ്മൾക്ക് പറഞ്ഞ് ഇതാക്കാനായിട്ട് നമുക്ക് പറ്റും. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ നമ്മൾ ഇനിയും പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇനിയും പ്രോഗ്രാമുകൾ വരുന്നത്. നമ്മുടെ സ്റ്റാർ ആൻഡ് പോലെ ഗിരീഷ് സാറ് വന്നു അല്ലെ, എത്രയോ ലീഡേഴ്സ്, രാജൻ സാറ് നിരന്തരം നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കും, ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ രാജൻ സാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സജീവ് സാറും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലേക്കും. തിരുവനന്തപുരത്ത് കഴിഞ്ഞ് കണ്ണൂര് പോയി, ഞാൻ വിളിച്ചപ്പോ കോഴിക്കോട് എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഇന്നലെ. അതേപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സും അവരുടെ സാറിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് ലീഡേഴ്സ് അല്ലെ. അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ലീഡേഴ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബിജു സാർ ആയിക്കോട്ടെ, വിജയൻ സാർ ആയിക്കോട്ടെ, നമ്മുടെ സുന്ദരൻ സാർ ആയിക്കോട്ടെ, നമ്മുടെ ടെക്നിക്കൽ അച്ചീവർമാരായിക്കോട്ടെ, റോയൽറ്റി അച്ചീവർമാരും സ്റ്റാർ ആൻഡ് എബോവ് അച്ചീവർമാർക്കും ഒരാൾക്ക് പോലും ഇരിക്കുന്നില്ല. അവരൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് ഇനിയും ആ സ്റ്റെപ്പുകളിലേക്ക് 21 പടികൾ ചവിട്ടിക്കയറാൻ ഇനി നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ. ട്രെയിനിങ്ങുകൾ എവിടെയുണ്ടോ? ഇന്ന് ഇവിടുത്തെ മുല്ലശ്ശേരി ഷോപ്പിൽ കാലത്ത് 10 മണിക്ക് ഒരു പ്രോഗ്രാമിന് ഞാൻ പോവാൻ നിൽക്കുകയാണ്. ഇവിടെ മുല്ലശ്ശേരി ഷോപ്പിൽ. എന്തുകൊണ്ടാണ്? അവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. മണത്തല ഷോപ്പിൽ ക്ലാസ്സുകൾ നടക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ തുമ്പൂരത്തെ പ്രോഗ്രാം ഷോപ്പിൽ ക്ലാസ് നടക്കുന്നു. ബിജു സാറിന്റെ ഷോപ്പിൽ ക്ലാസ്സുകൾ നടക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചേറ്റുവ ബാബാസില് പ്രോഗ്രാമുകൾ നടക്കുന്നു. എത്ര സ്ഥലങ്ങളിൽ പ്രോഗ്രാമുകൾ ഒരു ദിവസം നടക്കുന്നുണ്ട് അല്ലെ. ഈ പ്രോഗ്രാമുകൾ നമുക്ക് പോകാൻ കഴിയുന്ന പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ പോവുക തന്നെ വേണം. ഒരു മടിയും വിചാരിക്കേണ്ട. 25,000 PV എല്ലാ മാസവും 12 മാസം അടുപ്പിച്ച് ചെയ്തിട്ട് വീട്ടിൽ നിറച്ച് പ്രൊഡക്റ്റുകൾ ഇരുന്നിട്ട് വിൽക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തും സജീവ് സാർ അല്ല ഗിരീഷ് സാർ വിളിക്കും. എന്റെ മെന്റർ ഗിരീഷ് സാർ വിളിക്കും. എന്നിട്ട് പറയും പ്രോഗ്രാം ഉണ്ട് വരൂ. അപ്പൊ ഞാൻ എന്റെ തെറ്റായ ബുദ്ധി കൊണ്ട് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു, ഇവർക്ക് എന്താണ് ഇങ്ങനെ പ്രോഗ്രാമിന് വിളിക്കണത്? ഞാൻ പ്രോഗ്രാം ഈ പ്രോഡക്റ്റ് വിൽക്കല്ലേ ചെയ്യണ്ടേ? ആ പ്രോഗ്രാമിന് പോകുമ്പോഴാണ് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും പ്രൊഡക്റ്റ് വിൽക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ 100 വീട്ടിൽ വായടിച്ച് സംസാരിക്കുന്നതിന് പകരം 10 വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ ഈ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും നമ്മൾ സഹായിക്കും. ഗീഷ മാഡം എത്രയോ സ്ഥലങ്ങളിലേക്ക് ഈ കീസോളിന്റെ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. ഇവിടെ ചേറ്റുവ ബാബാസിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാപ്പാറയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബിജു സാറിന്റെ ഷോപ്പിൽ പ്രോഗ്രാം ഉണ്ട്. തുമ്പൂര് പ്രോഗ്രാം ഉണ്ട്. ഗിഷ മാഡവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സജീവ് സാറും എല്ലാ ലീഡേഴ്സും നോക്കിക്കോളൂ. വിജയിക്കുന്ന ലീഡേഴ്സിനെ നിങ്ങൾ നോക്കിക്കോളൂ. അവര് മുഴുവനും ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എവിടൊക്കെ പ്രോഗ്രാമുകളുണ്ടോ ആ പ്രോഗ്രാമുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് അറേഞ്ച് ചെയ്യണം. പ്രോഗ്രാം ഇല്ലാതിരിക്കരുത്. പ്രോഗ്രാമുകളും പിന്നെന്താണ് ടാർജറ്റുകളുമാണ് സിസ്റ്റം. ആരൊക്കെ സിസ്റ്റത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഒരു സ്വീറ്റ് മദർ ലൈക്ക് എന്താണ്, ഒരു മദറിന്റെ ലൈക്കോട് കൂടിയിട്ട് ഒരു ടീമിനെ കൊണ്ടുപോകാൻ കഴിയുന്നു. സ്റ്റേ ഓൺ ട്രാക്ക്. ഒരു ട്രാക്കിൽ നിന്ന് വിട്ടുപോവാതെ അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഒരു നല്ലൊരു ടീമിനെ നയിക്കാൻ കഴിയുന്നു അല്ലെ. സ്നേഹമുള്ള സന്തോഷമുള്ള രീതിയിലൂടെ യാത്ര ചെയ്യുന്നു. പല ആളുകളും ശ്രദ്ധിച്ചു നോക്കിയോളൂ, ഒരു ടീമുമായിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും അവര്. ആലപ്പുഴയിൽ നിന്നൊക്കെ ഒരു 50 പേരുടെ ബസ്സായിട്ടാണ് നമ്മുടെ രേഖമേടൊക്കെ ഇവിടേക്ക് വരാറ്. എന്തുകൊണ്ടാ? ഒരു ടീമിനെ നയിക്കുന്നു. വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഒരു ടീമിനെ നയിക്കുന്നു. അതേപോലെ ഒരു കോഴി കുട്ടികളെങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റണം? ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോവാൻ നമുക്കത് കഴിയും. അങ്ങനെ കഴിയുമ്പോഴാണ് അവരും അതേപോലെ ചെയ്യുള്ളൂ. മീറ്റിങ്ങുകൾക്ക് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മളും നമ്മുടെ ടീമിൽ വരുന്ന ആളുകൾ അത് ചെയ്യുള്ളൂ.
സജീവ് സാർ എന്ത് ചെയ്ത് കാണിച്ചു അതൊക്കെ ഞാനും ചെയ്യാൻ തുടങ്ങി. ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാനും സംസാരിക്കാൻ തുടങ്ങി. മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ തുടങ്ങിയപ്പോ ഞാനും മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ തുടങ്ങി. ഗിരീഷ് സാർ കാണിച്ചു തരും ഓരോ കാര്യങ്ങളും. ഗിരീഷ് സാർ ഇങ്ങനെ കാണിച്ചു തരുമ്പോ എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. പല പല വേദികളിലും സംസാരിക്കുന്ന രീതിയായിട്ട് അങ്ങനെ മാറി. അത് മാറിയതാണ്, ഓട്ടോമാറ്റിക്കലി അറിയാതെ മാറിപ്പോയതാ, അല്ലാതെ അത് വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. ഇന്നിപ്പോ സംസാരിക്കുന്നതും വലിയ അറിവുണ്ടായിട്ടൊന്നല്ല, വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നല്ല ദിവാരൻ സാറ്. പക്ഷേ ഒരു ടീമിനെ നയിക്കുമ്പോ ഒരു ചങ്കൂറ്റത്തോടു കൂടി സംസാരിക്കണമെന്നും ഉറക്കെ സംസാരിക്കണമെന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞതിലും എനിക്ക് തെറ്റുകൾ ഉണ്ടായിരിക്കാം, ഞാൻ പറയുന്നതിലും തെറ്റുണ്ടായിരിക്കാം. പക്ഷെ ഒരു എന്താ പറയാ, നമുക്ക് പറയേണ്ടത്, നമ്മൾ നമ്മുടെ ടീമിനോട് ഒരു വാക്കെങ്കിലും അറിയുള്ളൂ, അത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ദൗത്യം തന്നെയാണ്. അതിൽ ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ എങ്കിലും നമ്മളൊരു ടീമിനെ നയിക്കുമ്പോ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണോ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ വൈകിട്ട് സജീവ് സാർ വിളിച്ചു പറഞ്ഞു, രാത്രിയായപ്പോ വിളിച്ചു പറഞ്ഞു, നാളെ പ്രോഗ്രാം ഉണ്ട്, നാളത്തെ പ്രോഗ്രാം സാർ ചെയ്യണം. യെസ് സാർ, ഓക്കെ. ഒരു മടിയും പറഞ്ഞില്ല, ഇന്ന് ഞാൻ ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടാവുന്ന, ഞാൻ ഇതിൽ നിന്ന് ആർജിച്ചെടുത്ത ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ എന്താ ചെയ്യുക, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ? അതല്ലേ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നിങ്ങൾ തയ്യാറാണോ? ഒരു പവർഫുൾ ടീമിനെ നയിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണോ? ആർക്കും ഒരു എന്താ പറയാ, ഒരു പവർ വരുന്നില്ലാത്ത പോലെ തോന്നുന്നു. യെസ്, ഉണ്ട്. എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ എല്ലാവരും കേട്ട കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും 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 കേൾക്കുന്നു, വീണ്ടും കേൾക്കുന്നു. നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ കേട്ടത് തന്നെയാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്കറിയാം, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോ എത്ര പ്രായമായിട്ടുള്ള ആളുകൾക്കായാൽ പോലും, അല്ലെ, എത്ര പ്രായമായിട്ടുള്ള ആളുകൾക്കായാൽ പോലും ഇത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നിരന്തരം ഇപ്പൊ ഞാനിരിക്കുന്ന കാറ് എന്റെ സ്വന്തമായിട്ടുള്ള കാറാണ്. ഈ കാർ ഓടിക്കുന്ന സമയത്ത് എനിക്ക് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. അന്ന് ഭാര്യക്ക് അടുത്തിരുന്നിട്ട് എന്നോട് പറയും, പച്ചക്കറി മേടിക്കണം, അത് മേടിക്കണം എന്നൊക്കെ പറയുമ്പോ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് അന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് ഇത് ഓടിക്കാൻ തുടങ്ങി, ഓടിച്ച് സജീവ് സാറിനെ ഇരുത്തിയിട്ട് ഒരു റൗണ്ട് തിരിച്ചിട്ട് ഫുൾ റൗണ്ട് തിരിച്ചിട്ട് വളച്ചു നിർത്തിയപ്പോ അന്ന് സജീവ് സാറിനോട് പറഞ്ഞു, പഠിച്ചൂലേ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പ്രാക്ടീസ് ആയി എന്നുള്ളതാണ്. അത് ദിനം പ്രതി ഓടിച്ച് എന്തായി മാറി, അത് പ്രാക്ടീസ് ആയിട്ട് മാറി. അങ്ങനെ പ്രാക്ടീസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ നമ്മുടെ മരണക്കിണറിൽ കാർ ഓടിപ്പിക്കുന്നത്, അല്ലെ? ഒരു 4-5 ബൈക്കും അതിന്റെ ഇടയിലുണ്ടാവും, 2 കാറും ഉണ്ടാവും, അതിന്റെ ഇടയിൽ ചീറിപ്പായും. ഇത് പ്രാക്ടീസാണ്. തുടക്കത്തിൽ ഒരാൾക്ക് മരണക്കിണറിലേക്ക് പോകാൻ പറ്റുമോ? കിണറിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൂ, അല്ലെ ദാസ്ദാറെ? അപ്പോ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ടീമിനെ വളർത്തേണ്ടതും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല, ഇനിയും പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരു സ്ട്രോങ് ടീമിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് എമറാൾഡും സ്റ്റാർ എമറാൾഡും ഞാനിപ്പോ സ്റ്റാർ പേള് വരെ ആവാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ സത്യത്തില്, അല്ലേ? അതും മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, സ്റ്റാർ പേളെന്ന് ശരിയായ രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാതെ സ്റ്റാർ പേൾ എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഒരു എമറാൾഡ് ആവാനും സ്റ്റാർ എമറാൾഡ് ആവാനും റൂബി ആവാനും സ്റ്റാർ റൂബി ആവാനൊക്കെ ഇനിയും എന്തോരം പഠിക്കാനിരിക്കുന്നു, ഞാനടക്കമുള്ള ലീഡേഴ്സ്, അല്ലെ? അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ഒരു മടി കാണിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക വീണ്ടും, അല്ലെ? ജ്ഞാനം ഒരു നിധിയാണ്. പല ആൾക്കാരും നമ്മൾ പറയാറില്ലേ, ഞാൻ നാളെ ഒരു ക്ലാസ്സിന് ചോദിച്ചപ്പോ ഒരു 10-14 ഡയറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ദിവാരൻ സാറ്. 10-14 ഡയറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? അതിന്റെ പ്രയോഗമാണ് താക്കോല്. ജ്ഞാനം ഒരു നിധിയാണ്, അതിന്റെ പ്രയോഗമാണ് അതിന്റെ താക്കോൽ. അത് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണ്? മാർക്കറ്റിംഗ് പ്ലാൻ പുസ്തകത്തിൽ എഴുതിയെടുത്തിട്ട് കാര്യമില്ല. ആ എഴുതിയെടുത്ത മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആളുകൾക്ക്, അത് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എത്ര മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞ ആളുകൾക്ക് മനസ്സിലാവണം.
മനസ്സിലാവണം. മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസിന്റെ ബാക്ക് ബോൺ ആണ്, നട്ടല്ലാണ്. അതെങ്ങനെ ആണ്, അത് എന്തിനാണ്, അല്ലെ? ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇതൊക്കെ ഉള്ള അത് അന്തരം മനസ്സിലാവും. ചില ആളുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ, എന്തിനു ആർച്ചയും ചെയ്യണം, എന്ത് കിട്ടും, എങ്ങനെ ചെയ്യണം, എന്തിനു ചെയ്യണം, എന്താണ് ആരോഗ്യം, പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ലീഡറായിട്ട് മാറും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാക്കാനാണ് നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം 13-14 തീയതികളിൽ നമുക്ക് നടക്കുന്നത്, അല്ലെ? അന്ന് കുറെ കാര്യങ്ങൾ, അന്ന് നമ്മുടെ സുരേഷ് സാറിന്റെ പ്രത്യേക സെഷൻ ഉണ്ടായിരിക്കും അവിടെ. സുരേഷ് സാറിന്റെ ഒക്കെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറി മുറിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഡോക്ടർ രാജ് സാർ ആയിക്കോട്ടെ, ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നല്ലൊരു ലീഡറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി. അത്രയും രസകരമായിട്ടുള്ള രീതിയിലാണ്. കേൾക്കുമ്പോ റെസിഡൻഷ്യൽ പ്രോഗ്രാം കേൾക്കണം എന്നാ പറയാ. 2 ദിവസം അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി, അല്ലേ? ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അന്ന് ഡോക്ടർ രാജ് സാറും എല്ലാവരും ആ പ്രോഗ്രാമിന് അവിടെ, എല്ലാ ടെക്നിക്കൽ അച്ചൂർമാരും അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഈ പ്രോഗ്രാം. നമ്മൾ ഇനിയും തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇനിയും ഉറച്ച തീരുമാനം എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പ്രോഗ്രാമാണ് സുരേന്ദ്ര ഭട്ട് സാറിന്റെ പ്രോഗ്രാം. സുന്ദർ സാറിനൊക്കെ ആദ്യമായിട്ട് സുരേന്ദ്ര ഭട്ട് സാറിന്റെ പ്രോഗ്രാമിന് കൊണ്ടുപോയത് ഞാൻ. അന്ന് പേഴിക്കപ്പള്ളിയിൽ ഒരു പ്രോഗ്രാം. തലേ ദിവസം ഇവിടുന്ന് പോകുമ്പോ ഞാൻ പറഞ്ഞു ഒരു പ്രോഗ്രാം ഉണ്ട് വരണം എന്ന് പറഞ്ഞപ്പോ, അയ്യോ നാളെ എനിക്ക് ഒരു വണ്ടിയുടെ ട്രാക്ഷൻ അടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു ദിവാരട്ടാ. എന്നിട്ടാന്നറിയോ, ആ റക്ഷൻ അടിക്കുമ്പോ വെയിലുണ്ടെങ്കിൽ അടിക്കാൻ പറ്റുള്ളൂ, മഴ പെയ്യുകയാണെങ്കിൽ റക്ഷൻ അടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ പ്രാർത്ഥനയാണ്. ഇവിടെ മണി അടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥന, ടിണി നെണി നെണി എന്നാണ് പ്രാർത്ഥന. മഴ പെയ്യണേന്ന് ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടേ. എന്തോ അറിയില്ല, അന്നത്തെ ദിവസം എന്ത് ചെയ്തു, അതാ സുന്ദര സാറിന്റെ ഭാഗ്യാണോ അതെന്റെ ഭാഗ്യാണോ അല്ല നിങ്ങളുടെ ലീഡറിന്റെ, എനിക്കറിയില്ല. അന്നത്തെ ദിവസം മഴ പെയ്തു. ഞാൻ കാലത്ത് തന്നെ വിളിച്ചു, സുന്ദർ സാർ ഇന്ന് മഴയല്ലേ, നമുക്ക് പോവാം. ആ മഴയാ, നമുക്ക് പോവാം. അന്ന് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഉറക്ക ക്ഷീണം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ പേഴക്കപ്പള്ളിയിൽ പ്രോഗ്രാമിന് വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ കൈയടിച്ചിട്ടാണ് എനിച്ചത്. പിന്നെ എല്ലാവരും കൈയടിക്കുന്നു, എന്താണെന്നറിയില്ല, കൈയടിക്കുന്നു. ആ ഉണർച്ചയാണ് ശരിക്കും ഇന്നും എന്താണ് പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് സുന്ദര സാർ. മനസ്സിലായ? ഇതേപോലെ അങ്ങനെയുള്ള പല ലീഡേഴ്സും ഉരുത്തിരിയണമെങ്കിൽ നമ്മൾ അവരെ ഈ പ്രോഗ്രാമിനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അവർക്ക് വിശ്വാസം, പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടായാൽ പോരാ, സിസ്റ്റത്തില് അനേകം ആളുകള് ഈ എന്താണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ ഗുണങ്ങള് നിന്ന് പറയുന്നതും, ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടിയ കണക്കുകളൊക്കെ ഇങ്ങനെ നിന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുപോകുന്ന ആളുകൾ കേൾക്കണം. അങ്ങനെ അവർ കേൾക്കുമ്പോ അവർ ഉറച്ച തീരുമാനം എടുക്കും. ഓ ഇങ്ങനെയായിരുന്നല്ലോ എന്റെ ലീഡർ, എന്നെ കൊണ്ടുവന്ന ആള് പറഞ്ഞത് ഇങ്ങനെയല്ല, എനിക്ക് ആള് പറഞ്ഞപ്പോ ഇങ്ങനെയല്ല മനസ്സിലായത്, പക്ഷെ പ്രോഗ്രാമിന് വന്നപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. ഇതാണ് നമ്മൾ പ്രോഗ്രാമിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾക്ക് വിശ്വാസത്തെ ഉണ്ടാക്കി കൊടുക്കാൻ, കമ്പനിയിലുള്ള വിശ്വാസത്തെയും നമ്മുടെ സിസ്റ്റത്തിലുള്ള വിശ്വാസത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഈ പ്രോഗ്രാമുകൾ വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ പ്രോഗ്രാമിന് നമ്മൾ ശരിയായ രീതിയിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. നമ്മൾ ഓരോ പുതിയ ആളുകളും ആ പ്രോഗ്രാമിൽ വന്നിട്ട് അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കാനും, നമ്മുടെ കൂടെ തന്നെ ഈ കോമ്പറ്റീവ് ടീമിന്റെ കൂടെ കട്ടക്കി നിൽക്കുന്ന ലീഡേഴ്സ് ആയിട്ട് ഇനിയും ആളുകള് എന്തെന്നാ പറഞ്ഞിട്ടുള്ളത്, സ്പോൺസറിങ് നിർത്തരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. നോട്ട് സ്റ്റോപ്പ് സ്പോൺസറിങ് നിർത്തരുത്. പുതിയ ആളുകൾക്ക് വിശ്വാസം വരുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായി. അവിടെ ഇനിയും ഈ മാർച്ച് മാസത്തെ വിജയമൊന്നല്ല, ഇനിയും കൊമ്പിടി ആഘോഷിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് ടെക്നിക്കൽ അച്ചൂർമാർ ഉടലെടുക്കും, അല്ലെ? ഇനിയും ഒരുപാട് റോയൽറ്റി അച്ചൂർമാർ ഉടലെടുക്കും, സ്റ്റാർ അച്ചൂർമാരും ഒക്കെ എമറാൾഡുമാരും ഒരുപാട് ഉടലെടുക്കും ടീമില്. ഇവിടെ ഒരു തരംഗമായിട്ട് മാറും. റൂബിയും സ്റ്റാർ റൂബിയും സഫയറൊക്കെ എവിടെ വരും,
കൊമ്പിടി ടീമിൽ വരുന്ന കാലം വിദൂരമല്ല മക്കളെ. അതിനുള്ള ഒരു പവർഫുൾ ലീഡേഴ്സ് ആണ് നമ്മളിവിടെ ഇരിക്കുന്ന കാലത്ത് തന്നെ 6 മണിക്ക് തന്നെ എണീറ്റ് എല്ലാവരും അതിന് സജ്ജമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അച്ചീവ്മെന്റ് പിടിക്കും. 21 പടികൾ കയറാൻ നമ്മൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. അതിനുള്ള യൂണിറ്റി എവിടെയുണ്ട്? നമ്മുടെ കൊമ്പിടി ടീമിലുണ്ട്. അതിനുള്ള പവറുള്ള ലീഡേഴ്സ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത്തരം പവറ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന ആശംസകളോടെ ഞാൻ നിർത്തുന്നു. അല്ലെ, ഇന്ന് തൃശ്ശൂരിലാണ്, നമ്മുടെ കേരളത്തിലാണ് സഫയർ പിറന്നതെങ്കിൽ ഇന്ന് സ്റ്റാർ സഫയർ ഒക്കെ ആയിട്ട് എവിടെ വരും? കൊമ്പിടി ടീമിൽ വരും. ഇത് തീർച്ചയാണ് സുഹൃത്തുക്കളെ. അത്രയും പവറാണ് ടീമിന്. പവർ കൊടുക്കുന്ന ലീഡേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അല്ലെ, എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRCM, ജയ് ഹിന്ദ്. താങ്ക് യു ഷൈൻ.